ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് പാർപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഷബാസ് അഹമ്മദാണ് ചേരുന്നത്. ഷബാസ്, സഹ തടവുകാരില്ലാതെ സെൽ നമ്പർ 3 രാഹുലിനെ പാർപ്പിച്ചിരിക്കുകയാണ് എന്നറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വിനീത, KPM റീജൻസിയിലെ നല്ലൊരു മുറിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് കൊണ്ടുവന്ന രാഹുൽ നിലവിലിപ്പോൾ മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണുള്ളത്. 3-ാം നമ്പർ സെല്ലിൽ ഒറ്റയ്ക്കൊരു തടവുകാരനായിട്ടാണ് രാഹുൽ ഉള്ളത്. MLA ആയതുകൊണ്ട് തന്നെ ആ പരിഗണന രാഹുലിന് നൽകിയിട്ടുണ്ട്. സെല്ലിൽ മറ്റു തടവുകാരില്ല. 3-ാം നമ്പർ സെല്ല് രാഹുലിന് മാത്രമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മാവേലിക്കര സബ് ജയിലിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. നിലത്ത് പായ വിരിച്ച് കിടക്കേണ്ടി വരും. ഇന്നത്തെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3-ാം നമ്പർ സെല്ലിൽ പായ വിരിച്ച് തന്നെ നിലത്ത് കിടക്കേണ്ടി വരും. പിന്നീട് ഡോക്ടർ ആവശ്യപ്പെട്ട് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റു സൗകര്യങ്ങൾ കൊടുക്കുന്ന കാര്യം ജയിൽ അധികൃതർ പരിഗണിക്കുക. അതായത് ഈ നിലത്ത് കിടക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ ബെഡോ മറ്റോ കട്ടിലോ കൊടുക്കുന്ന കാര്യങ്ങളടക്കം ജയിൽ അധികൃതർ പരിഗണിക്കും. പക്ഷേ അതിന് ഡോക്ടറുടെ നിർദ്ദേശം വേണം. ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നാളെ അക്കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. ഇന്നെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പായ വിരിച്ച് നിലത്ത് തന്നെയായിരിക്കും കിടക്കുക എന്നതാണ് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, ഞായറാഴ്ച ആയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര ജയിലിലേക്ക് വന്ന ദിവസം ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്പെഷ്യൽ ഭക്ഷണങ്ങളൊന്നുമില്ല. സാധാരണ ജയിൽ മെനുവിലെ സ്പെഷ്യൽ ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറയലുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ചോറും മോരുകറിയും തോരനും മാത്രമാണുള്ളത്. മറ്റ് സ്പെഷ്യൽ ഭക്ഷണങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര ജയിലിലെ വിശേഷങ്ങൾ. വിനീത, ശരി. ഷബാസ് അഹമ്മദാണ് മാവേലിക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.